എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉന്നക്കായയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയും കൂടിയാണ് ഈ ഉന്നക്കായ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കിലോ നേന്ത്രപ്പഴം ഇവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റി ആ ചൂടോടെ തന്നെ അതൊന്ന് ഉടച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മാറ്റി വെക്കുക. ഇനി ഇതിന് ശേഷം നമുക്കൊന്ന് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു തേങ്ങയാണ് തിരുമ്മി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഒരു 6-7 ടേബിൾ സ്പൂണോളം പഞ്ചസാരയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല ദേശത്തും ഓരോ ഫില്ലിങ് മാറ്റാണ്. ചില കൂട്ടർ ഇതിൽ മുട്ടയുടെ ഫില്ലിങ് കൊടുക്കും, ചിലർ മുട്ടയും ഇങ്ങനെ തേങ്ങയും കൂടെ മിക്സാക്കിയിട്ട് ഫില്ലിങ് കൊടുക്കും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരൊറ്റ ടൈപ്പിൽ മാത്രമേ ഒന്നും ചെയ്യാറുള്ളൂ. ഈ ഒരു ഫില്ലിങ്ങാണ് ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ തേങ്ങയിലൊക്കെ ഞാൻ 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് കൈവച്ച് തിരുമ്മി കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്കിത് അടുപ്പത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പഞ്ചസാര ഇതുകൊണ്ട് വരുമ്പോൾ ഇതിലൊക്കെ ഒരു വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം വറ്റി ഒന്ന് സെമി ഡ്രൈ ആകുന്നത് വരെ നമ്മളിത് അടുപ്പത്ത് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഓരോ ബോൾസാക്കി ഉടച്ച് വെച്ച പഴത്തുനിന്ന് ഓരോ ബോൾസാക്കി എടുക്കുക. ചപ്പാത്തിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഓരോ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് നല്ലപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം ഫില്ലിങ് അതിൽ വെച്ച് നമ്മളിത് ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഹോൾസോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ കയറിയിട്ട് അത് ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചു പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ ഉന്നക്കായി ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എത്ര വലിയ കടികൾ വന്നാലും ഈ ഒരു കടിയുടെ അതുപോലെ ഇറച്ചിപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് എന്നും നമ്മുടെ മുന്നിൽ ഫസ്റ്റ് നമ്പർ 1 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഒന്നിച്ചിടാൻ പാടില്ല. ആവശ്യാനുസരണം നമുക്കിത് മറിച്ചിടാൻ പറ്റുന്ന തരത്തിൽ ഒരു 5-6 എണ്ണം ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കുക. പിന്നെ ഇത് ഓവറായിട്ട് ഡ്രൈ ആക്കി കളയരുത്. അപ്പോൾ ഇത് ഉന്നക്കായ നന്ന ഡ്രൈ ആയി പോകട്ടോ. ഒരു മീഡിയം ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അധികം ഓവറായിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറഭാഗം ഹാർഡായി പോകും. അപ്പോൾ അതിനെക്കാട്ടും ടേസ്റ്റി ആയിട്ട് വരുന്നത് സെമി ആയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലൊരു റെസിപ്പി, നല്ലൊരു മലബാർ സ്നാക്കാണ് കൂടിയാണിത്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മുഴുവനായിട്ടും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.